പന്തിനു പകരം ഇഷാൻ കിഷൻ, മുഹമ്മദ് ഷമിയുടെ റീ എൻട്രി, ദേവ്ദത്ത് പടിക്കലിന്റെ ഡ്രീം ഡെബ്യൂ. ന്യൂസിലാൻഡ് പരമ്പരയ്ക്ക് മുമ്പ് വലിയ അഭ്യൂഹങ്ങളാണ് അന്തരീക്ഷത്തിലുണ്ടായിരുന്നത്. നടന്നുവരുന്ന വിജയ് ഹസാരെ ട്രോഫിയുടെ മിടുക്കിൽ ഒരുപാട് പേർ ഏകദിന ടീമിൽ ഇടം പിടിക്കുമെന്നായിരുന്നു വാർത്തകളെല്ലാം. പക്ഷേ സർപ്രൈസോ പരീക്ഷണമോ ഇല്ലാതെയാണ് ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിക്കേറ്റതിനാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിന ടൂർണമെന്റ് മിസ്സായ ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായി മടങ്ങിയെത്തി. ദീർഘകാലത്തെ ആശുപത്രിവാസത്തിന് ശേഷം ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റനായും ടീമിൽ ഇടം പിടിച്ചു. കൂടെ ഓസീസ് പര്യടനത്തിന് ശേഷം മുഹമ്മദ് സിറാജും മടങ്ങിയെത്തി. ഇവരുടെ മടങ്ങിവരവോടെ ഋതുരാജ് ഗേക്വാദ്, ധ്രുവ് ജുറേൽ, തിലക് വർമ്മ എന്നിവർ പുറത്തായി. ഇതിൽ ഋതുരാജിന്റെ കാര്യം ഒരർത്ഥത്തിൽ കഷ്ടമാണ്. കാരണം ഏറ്റവും അവസാനമായി കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടും പുറത്തിരിക്കേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ ഇതും ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയ സംഭവ വികാസമല്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി അടിച്ച ശേഷം സഞ്ജു സാംസൺ ഇന്ത്യൻ ഏകദിന ടീം കണ്ടിട്ടേയില്ല. ഗിൽ, അയ്യർ, രോഹിത്, കോഹ്ലി, യശസ്വി ജയ്സ്വാൾ എന്നിവരാണ് സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരായി ടീമിലുള്ളത്. വിക്കറ്റ് കീപ്പർമാരായി KL രാഹുലും ഋഷഭ് പന്തും. KL രാഹുൽ ഫസ്റ്റ് ഓപ്ഷനാകുമ്പോൾ പന്ത് പുറത്തിരിക്കാൻ തന്നെയാണ് സാധ്യത. വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർ ഓൾറൗണ്ടർമാരായി ടീമിലുണ്ട്. പേസ് ബോളിംഗിൽ ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ, ഹർഷദീപ് സിംഗ്, മുഹമ്മദ് സിറാജ് എന്നിവർ. ജസ്പ്രീത് ബുംറയെ സേഫാക്കി നിർത്താൻ തന്നെയാണ് സെലക്ടർമാരുടെ തീരുമാനം. ടീമിലെ പ്രധാന മിസ്സിംഗ് ഹാർദിക് പാണ്ഡ്യയാണ്. വിജയ് ഹസാരെ ട്രോഫിയിൽ ഇന്നലെ ഹാർദിക്കിന്റെ സ്റ്റൈലും സോഗും കണ്ടതേയുള്ളൂ. 93 പന്തിൽ 133 റൺസ് എടുത്ത ഹാർദിക് ഒരു ഓവറിൽ 5 സിക്സറുകൾ അടിച്ചുകൂട്ടുന്നതും കണ്ടു. 2020 ലോകകപ്പ് വരാനിരിക്കെ ഇഞ്ചുറി പ്രോണായ പാണ്ഡ്യയ്ക്ക് വർക്ക് ലോഡ് കൊടുക്കാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പുറത്തിരുത്തൽ. ടീമിൽ ഇടം പിടിച്ച ശ്രേയസ് പരിക്കിന്റെ കാര്യത്തിൽ ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ കളിക്കാനിറങ്ങൂ. ഇന്ത്യൻ ടീമിൽ കാര്യമായ മാറ്റങ്ങൾക്ക് BCCI മുതിരാതിരുന്നപ്പോൾ വിജയ് ഹസാരെ ട്രോഫിയിൽ മിന്നിയ ഒരുപറ്റം യുവാക്കൾക്ക് മോഹനഷ്ടം സംഭവിച്ചു. പ്രത്യേകിച്ചും ദേവദത്ത് പടിക്കൽ. കർണാടകക്കായി കരിയർ ബെസ്റ്റ് ഫോമിൽ ബാറ്റ് നിന്ന പടിക്കൽ അവസാനം കളിച്ച 5 ഇന്നിംഗ്സുകളിൽ നിന്നും 4 സെഞ്ചുറികളാണ് കുറിച്ചത്. കർണാടകയ്ക്കെതിരെ ജാർഖണ്ഡിനായി 39 പന്തിൽ 125 റൺസ് എടുത്ത് ഞെട്ടിച്ചയാളാണ് ഇഷാൻ കിഷൻ. ടീമിൽ ഇടം ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലെങ്കിലും സർഫറാസ് ഖാനും മോശമാക്കിയിട്ടില്ല. ഗോവയ്ക്കെതിരെ സർഫറാസ് 75 പന്തിൽ അടിച്ചെടുത്തത് 157 റൺസാണ്. പെർഫോമൻസ് ബേസിൽ ഇവരൊക്കെ മികച്ചതാണെങ്കിലും ഇപ്പോൾ ഉള്ള ടീമിൽ നിന്നും ആരെ പുറത്താക്കുമെന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നു. അങ്ങനെ പുറത്താക്കാൻ ചാൻസുള്ള ഒരേ ഒരാൾ ഋഷഭ് പന്താണ്. പക്ഷേ പന്ത് തുടരട്ടെ എന്ന നിലപാടിൽ സെലക്ടർമാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇഷാൻ കിഷൻ കടുത്ത വെല്ലുവിളി പന്തിന് ഉയർത്തിയെങ്കിലും വിജയ് ഹസാരെ ട്രോഫിയിൽ അർദ്ധ സെഞ്ചുറികളും പന്തിന് തുണയായി. KL രാഹുൽ മിഡിൽ ഓർഡറുകളിൽ കളിക്കുന്നയാളായതിനാൽ ആ പൊസിഷനിലേക്കുള്ള ബാക്കപ്പായാണ് പന്തിനെ കാണുന്നത്. ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന ഇഷാനെ ടീമിലേക്ക് വിളിച്ചാൽ യശസ്വി ജയ്സ്വാളിനെയാകും ബാധിക്കുക. വലിയ പരീക്ഷണങ്ങൾക്ക് നിൽക്കാതെ വിന്നിംഗ് ടീം ഫോർമുല തുടരട്ടെ എന്ന നിലപാടാണ് സെലക്ടർമാർ സ്വീകരിച്ചത്. ടീമിൽ ഉൾപ്പെട്ട നിതീഷ് കുമാർ റെഡ്ഡിയുടെ റോൾ എന്തെന്നും വ്യക്തമായിട്ടില്ല. ന്യൂസിലൻഡിനെതിരായ ടീം പ്രഖ്യാപനം കൂടിയായതോടെ അവശേഷിച്ചിരുന്ന നേർത്ത പ്രതീക്ഷ കൂടി മുഹമ്മദ് ഷമിക്ക് ഇല്ലാതാകുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ടീമിൽ ഇടമില്ലാതെയായ ഷമി ഒരു തിരിച്ചുവരവിന് കൊതിക്കുന്നുണ്ടെന്ന് വ്യക്തം. പക്ഷേ ഫിറ്റ്നസ് ഇല്ല എന്ന കാരണം പറഞ്ഞ് ഷമിയെ പുറത്തിരുത്താനാണ് സെലക്ടർമാർ ശ്രമിക്കുന്നത്. ഇതിനെതിരെ കളത്തിലും കളത്തിന് പുറത്തും ഷമി മറുപടി നൽകുകയും ചെയ്തിരുന്നു. ജൂലൈയിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത ഏകദിന പരമ്പര. ആ ടീമിൽ കൂടി ഉൾപ്പെടാനായില്ലെങ്കിൽ ഷമിയുടെ റീ എൻട്രിയുടെ വാതിൽ പൂർണ്ണമായും അടഞ്ഞു എന്ന് പറയാം. യുവനിരയെ പരീക്ഷിക്കാനുള്ള തിരക്കിലായ BCCIക്ക് ഇപ്പോൾ ഷമിയെ ആവശ്യവുമില്ല. ടീമിൽ കയറേണ്ടത് ഷമിയുടെ മാത്രം ആവശ്യമായി മാറിയിട്ടുണ്ട്. പക്ഷേ പെർഫോമൻസാണ് മാനദണ്ഡമെങ്കിൽ ഷമി ഇതൊന്നും അർഹിക്കുന്നില്ല എന്നാണ് വാസ്തവം. ജനുവരി 11 വഡോദരയിലാണ് ന്യൂസിലാൻഡിനെതിരെയുള്ള ആദ്യ ഏകദിനം. കടലാസിൽ ന്യൂസിലാൻഡിനേക്കാൾ കാതങ്ങൾ മുന്നിലാണ് ഇന്ത്യ. 2020 ലോകകപ്പ് അടുത്തിരിക്കെ ഒരു രണ്ടാം നിര ടീമിനെയാണ് ന്യൂസിലാൻഡ് ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത്. മുൻ ക്യാപ്റ്റനും സൂപ്പർ താരവുമായ കെയ്ൻ വില്യംസൺ SA20 ലീഗിലെ കമ്മിറ്റ്മെന്റ് കാരണം പിൻവാങ്ങുകയും ചെയ്തു. മൈക്കൽ ബ്രേസ്വെൽ നയിക്കുന്ന ടീമിൽ മിച്ചൽ സാന്റ്നർ, മാറ്റ് ഹെൻറി, സച്ചിൻ രവീന്ദ്ര തുടങ്ങിയ പല പ്രമുഖരും ഇടം പിടിച്ചിട്ടില്ല. ഒരു പറ്റം ഇൻഎക്സ്പീരിയൻസ്ഡ് ആയ സംഘവുമായാണ് ന്യൂസിലാൻഡ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യൻ ടീം സെലക്ഷനെ നിരീക്ഷിച്ചാൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി വ്യക്തമാകും. വൈറ്റ് ബോളിൽ ഇന്ത്യക്ക് ഓപ്ഷനുകൾ കൂടുതലാണ്. 2020 ടീമിൽ ഉൾപ്പെടുത്താത്തവരെ ഏകദിന ടീമിലും, ഏകദിന ടീമിൽ ഉൾപ്പെടുത്താത്തവരെ 2020 ടീമിലേക്കും ഉൾപ്പെടുത്തിയുള്ള ഒരു ബാലൻസിംഗ് ആക്റ്റാണ് BCCI നടത്തി വരുന്നത്. ഹർഷിത് റാണയെപ്പോലുള്ള ഏതാനും അപവാദങ്ങൾ മാത്രമേ ഇങ്ങനെ അല്ലാതെയുള്ളൂ.